ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഞാൻ വേറെ, മറ്റുള്ളവർ വേറെ. ഇത്തരത്തിലാണല്ലോ നമ്മുടെ ധാരണ. ഒരു നൂലിൽ അനേക മണികൾ കോർത്തതുപോലെ മണികൾ വേറെ വേറെ അനേകം, പല വലുപ്പത്തിലും പല നിറത്തിലും പല മാതിരിയാണ്. എന്നാൽ ഒരേ നൂല് കൊണ്ടാണ് എല്ലാ മണികളെയും ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്രകാരമാണ് ഈ ജഗത്ത് മുഴുവൻ ഒരേ ഈശ്വര സത്തയാൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് സംജാതമായതാണ് സർവചരാചരങ്ങളും. അത് ഓരോന്നിനെ കാണുമ്പോഴും ഒന്നുപോലെയല്ല മറ്റൊന്ന്, അതുപോലെയല്ല മറ്റത്. എല്ലാം വൈവിധ്യം നിറഞ്ഞതാണ്. വ്യത്യസ്ത സ്വഭാവത്തോടുകൂടി, വ്യത്യസ്ത ആകൃതിയോടുകൂടി ആണ് ഓരോ വസ്തുക്കളും. എന്നാൽ ഇവയെല്ലാം ഒരേ ശക്തിയാണ് ഉണ്ടാക്കിയതും നിലനിർത്തുന്നതും. ഇത് പരിണമിപ്പിക്കുന്നതും ഒരേ ശക്തിയാണ്. ആ ഏകശക്തിയെക്കുറിച്ച് നാം ബോധിച്ചാൽ, നാം അതാണെന്ന സത്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഭിന്നത എന്ന ഒന്ന് ഇല്ല എന്ന്. ഏകത്വം മാത്രമേ നമുക്ക് അനുഭവമാവുകയുള്ളൂ. ഏകത്വം ഉണ്ടാകുമ്പോൾ എന്തൊരാനന്ദമാണ്! ഭിന്നത വരുമ്പോൾ മനസ്സിലെ വൈവിധ്യഭാവം വിളവാടുന്നു. ഞാനെന്നും നീയെന്നും ഉള്ള രണ്ട് ഭാവം നമുക്കുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. അന്യനും താനുമെന്ന അന്തരംഗത്തിൽ ഭിന്നത തോന്നുന്നതന്ധതാ മാത്രം. അന്യനും അവ്വിധം തോന്നിയാൽ പിന്നെ അന്യരല്ലാരുമല്ലിവീടെങ്ങും. അന്യനും താനുമെന്ന അന്തരംഗത്തിൽ ഞാനും മറ്റുള്ളവരും വേറെ വേറെയാണ് എന്നാണ് എൻ്റെ ഉള്ളിലെ ധാരണ. അന്യനും താനുമെന്ന അന്തരംഗത്തിൽ ഭിന്നത തോന്നുന്നത് അന്ധത മാത്രം. ഇതൊക്കെ വേറെ വേറെയാണ് എന്ന് തോന്നാൻ കാരണം ഇതിലെല്ലാം അന്തര്യാമിയായിരിക്കുന്ന ശക്തി ഏതാണ് എന്ന അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവില്ലായ്മയ്ക്കാണ് ഇവിടെ അന്ധത എന്ന് പറയുന്നത്. അന്ധത എന്നാൽ ഇരുട്ട്, കണ്ണ് കാണാത്ത ആൾക്കാണ് അന്ധൻ എന്ന് പറയുന്നത്. ശരിക്ക് കാണാനുള്ള കഴിവില്ലാത്തവരൊക്കെ കണ്ണുപൊട്ടന്മാരാണ്. നമ്മളിവിടെ കാണുന്നുണ്ടെങ്കിലും കാണേണ്ടതിനെ കാണുന്നില്ല. നമ്മളെല്ലാം സൂക്ഷ്മമായി കാണുന്നു, പക്ഷേ ഇതിനെയൊക്കെ കാണാനുള്ള കണ്ണേ നമുക്ക് തന്നിട്ടുള്ളൂ. എന്നാൽ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന പരമ്പൊരുളിനെ കാണാനുള്ള കണ്ണ് നമുക്കില്ല. അതില്ലാത്തത് കൊണ്ടാണ് ഈ കാണുന്ന കണ്ണുകളിൽ ഭിന്നത മാത്രമാണ്, വ്യത്യസ്തത മാത്രമാണ്. ഇതെൻ്റെയാൾ, ഇതെൻ്റേതല്ലാത്തയാൾ, ഇതെൻ്റെ മിത്രം, ഇതെൻ്റെ ശത്രു എന്നിത്യാദി തോന്നലുകളെല്ലാം എന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവില്ലായ്മയ്ക്കാണ് അന്ധത എന്ന് പറയുന്നത്. അന്യനും താനുമെന്ന അന്തരംഗത്തിൽ ഞാനും അന്യനും എൻ്റെ മനസ്സിൽ ഭിന്നത തോന്നുന്നത് അന്ധത മാത്രം. ഇത് വ്യത്യസ്തമാണ്. അന്യനും ഞാനും വേറെ വേറെയാണ് എന്ന് തോന്നുന്നത് ഞാൻ ആരാണ് എന്ന പരമസത്യം അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ എന്നെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ ദേഹമല്ല, ഈ ഞാനെന്ന് പറയപ്പെടുന്ന ശക്തി തന്നെയാണ് ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ന് ബോധ്യമാണ്. അന്യനും അവ്വിധം തോന്നിയാൽ പിന്നെ അന്യനും അപ്രകാരം തന്നെ തോന്നുന്നു, ഞാൻ വേറെ മറ്റുള്ളവർ വേറെ എന്ന് തോന്നിയാലോ അന്യരല്ലാതാരുമില്ലിവിടെ. ഒക്കെ അന്യരല്ലാതെ ആരും തന്നെ ഇവിടെ ഇല്ല എന്നതൊരു വാസ്തവമല്ലേ? ഈ ധാരണയിൽ കൂടിയാണ് ഈ ലോകത്തെ ഇന്നേ അധികം ആളുകളും വീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ലോകമേ തറവാട്, ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരഭൂതമായിരിക്കുന്ന പരമ്പൊരുളിനെ, ആ പരമ്പൊരുളിൻ്റെ
സന്താനമാണ് നാം, അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ് നാം എല്ലാവരും എന്ന് വരികിൽ നാം ഏകരല്ലേ? ഒരേ മാവ് കൊണ്ട് ബിസ്ക്കറ്റിനുണ്ടാക്കിയ മാവ് ഓരോ വ്യത്യസ്ത ആകൃതിയിലുള്ള അച്ചുകളിൽ ഇട്ട് വാർത്തെടുത്ത് കഴിയുമ്പോൾ മുയലിൻ്റെ ആകൃതി, ആനക്കുട്ടിയുടെ ആകൃതി, പട്ടിയുടെ ആകൃതി, മുയല് പല ആകൃതിയിലും അത് വാർത്തെടുക്കാൻ കഴിയും. അതിലെല്ലാം ഒഴിച്ചിരിക്കുന്നത് ഒരേ മാവാണ്. പഞ്ചസാരയും അരി പൊടിച്ചതും അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ചേർത്തെടുത്ത് ആ മാവ് പല അച്ചുകളിൽ ഇടുമ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പല ആകൃതിയിലാണെങ്കിലും ഏത് തിന്ന് നോക്കിയാലും ഒരേ സ്വാദായിരിക്കും. ആനക്കുട്ടിയുടെ ആകൃതിയിലുള്ള ബിസ്ക്കറ്റ് തിന്നാലും അതുപോലെ പൂച്ചക്കുട്ടിയുടെ ആകൃതിയിലുള്ള ബിസ്ക്കറ്റ് തിന്നാലും രസം ഒന്നല്ലേ? കാരണം ഒരേ മാവാണ് എല്ലാത്തിനും എടുത്തിരിക്കുന്നത്. അത് ബോധ്യം വന്നാൽ പിന്നെ നമ്മളിൽ എല്ലാവരിലും അന്തര്യാമി ഒന്നാണെന്ന് ബോധിച്ചാൽ നാം ആരും ഭിന്നരല്ലല്ലോ. ആ അറിവില്ലായ്മയാണ് ഇവിടെ അന്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നാം എല്ലാം ഇവിടെ വൈവിധ്യം നിറഞ്ഞവരായി ആരും അല്ലാതാവുകയും ചെയ്ത് എല്ലാം വേറെ വേറെയായി നിന്ന് പൊരുതുന്ന അവസ്ഥ നമുക്ക് കാണാം. അന്യരാജ്യങ്ങൾ തമ്മിൽ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ആ രാജ്യവും കൂടി എൻ്റെ രാജ്യമാക്കി തീർക്കണം എന്ന് കരുതി യുദ്ധം ചെയ്ത് ജനങ്ങളെ, നിരപരാധികളെ വധിച്ച് ഈ വെറും ഭൂമി കൈക്കലാക്കുന്നു. ജഡമായിരിക്കുന്ന ഭൂമി കിട്ടുന്നത് ചൈതന്യത്തെ തന്നിൽ നിന്നും അകറ്റിക്കൊണ്ടാണ്. അവസാനം ജയിച്ചു എന്ന് പറയപ്പെടുന്നവരല്ല ജയിക്കുന്നത്, അവർ അമ്പേ പരാജയപ്പെടുകയാണ്. ഇത്രയും ആളുകളെ കുരുതി കൊടുത്തുകൊണ്ട് രാജ്യം വെട്ടിപ്പിടിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഈഹത്തിലും പരത്തിലും അവർ ദുഃഖിതരായി മാത്രമേ ഭവിക്കുകയുള്ളൂ. അപ്രകാരം നാം ഏകരായിരിക്കുന്ന നമ്മളെ ഇവിടെ അന്ധത കൊണ്ട് ഭിന്നമായി കാണുന്നത് എത്ര വലിയ അപരാധമാണ് എന്നൊന്നോർത്തു നോക്കൂ. അന്യനും താനും എന്നന്തരംഗത്തിൽ ഭിന്നത തോന്നുന്നതന്ധത മാത്രം. അന്യനും അവ്വിധം തോന്നിയാൽ പിന്നെ അന്യരല്ലാതാരുമില്ലിവിടെ.